വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, ഈ മഹത്തായ സദസ്സ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമസ്ത സ്നേഹികളെ, മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒത്തുകൂടിയത് അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ മുഖം അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതിന്റെ സംരക്ഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സത്യബോധ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടി നാളേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഒക്കെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സുദീർഘമായൊരു ഭാഷണത്തിന് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മളിവിടെ കാത്തിരിക്കുന്നത്, നാം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് ആദരണീയനായ അലവി ദാനിമി സാർ അവരുടെ പ്രഭാഷണമാണ്. അതിനു മുമ്പിൽ ആ പ്രതീക്ഷ കെടുത്താതെ വളരെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഞാൻ എന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വിടവാങ്ങും എന്ന് ഉറപ്പു തരികയാണ്. കേരളീയ മുസ്ലിംകൾക്ക് എന്ന് വേണ്ട, മുസ്ലിം ലോകത്തിന് തന്നെ നികത്താനാവാത്ത വലിയ വിടവ് വരുത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള സൈനുൽ ഉലമ ഈ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, മഹാനവറുകളുടെ ധന്യമായ സ്മരണകൾ അയവിറക്കുന്ന, അവിടുത്തെ മനാക്കിബുകൾ ഓർക്കുന്ന നിമിഷങ്ങളിലാണ്, സന്ദർഭങ്ങളിലാണ് കേരളീയ മുസ്ലിംകളുള്ളത്. മുസ്ലിംകൾ മാത്രമല്ല, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് മദ്ഹ് പറയാനും ചെറുശ്ശേരി ഉസ്താദിന്റെ നന്മകൾ ഓർക്കാനും അത് പരസ്യപ്പെടുത്താനും നമ്മെപ്പോലെ തന്നെ ഇതര മതക്കാരായ ആളുകൾ പോലും രംഗത്തുണ്ട് എന്നത് മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതത്തിന്റെ നല്ല സ്മരണകൾ അയവിറക്കാൻ ഇതര മത സഹോദര സമുദായ അംഗങ്ങൾ വരെ പങ്കാളികളാകുന്നു എന്നത് ആ മഹാമനീഷിയുടെ തുല്യതയില്ലാത്ത ജീവിതത്തിന്റെ പ്രാധാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ദീനീ രംഗത്ത് സജീവമായിട്ടുള്ള ചെറുശ്ശേരി ഉസ്താദ് കേരളീയ മുസ്ലിംകൾക്ക് പക്വമായി നേതൃത്വം നൽകുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ മതകാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി കേരളീയ മുസ്ലിംകളുടെ മുമ്പിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘശക്തിയുടെ കാര്യദർശിയായി നിയമിതനാകുന്നതുവരെയും അതിനുശേഷം 2 പതിറ്റാണ്ടുകാലത്തെ ജീവിതം ഏറെ ശ്രദ്ധേയമാണ്. ആത്മാർത്ഥമായി
നമുക്കൊക്കെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ്, മാത്രമല്ല ജീവിതത്തിന്റെ പാത, ഒരു പണ്ഡിതൻ തന്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഒരു സാധാരണക്കാരന്റെ സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായ ജീവിതം എങ്ങനെ സാധ്യമാകും എന്നും, സമുദായത്തിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ സമയോചിതമായി എങ്ങനെ പരിഹരിക്കാമെന്നും ഇടപെടലുകൾ നടത്താമെന്നും ഒരു പുരുഷായുസ് കൊണ്ട് തെളിയിച്ച് നമ്മോട് വിട പറഞ്ഞ കർമ്മയോഗിയാണ് മഹാനായ സൈനുൽ ഉലമ ഈ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. ഈ സമയത്ത് ചെറുശ്ശേരി ഉസ്താദിന്റെ സ്മരണകൾ അയവിറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക്, എന്നെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയാനും അറിയിക്കാനുമുണ്ടാകും. ഞാനൊരു കാര്യം ഓർമ്മിക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ മരണദിവസം സുബ്ഹി കഴിഞ്ഞ ഉടനെ ആ മരണവാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും, വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന, അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയായിരുന്നു അത്. മാത്രമല്ല, നാം എക്കാലവും ജീവിക്കണമെന്ന്, ഒരു മനുഷ്യൻ എക്കാലവും ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെറുശ്ശേരി ഉസ്താദായിരുന്നു. ഈ മഹത്തായ സംഘശക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകി നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുമ്പിൽ നിന്ന് ഒരു സേനാനിയെ പോലെ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ അന്തസ്സോടെ, അഭിമാനത്തോടെ, ആയുരാരോഗ്യത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ നിൽക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഏതൊരു മനുഷ്യന്റെയും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് 4 മാസം പ്രായമാകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചു വെക്കും, ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവിശേഷിപ്പിക്കുന്ന അതേ സമയം തന്നെ മരണവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിക്കുന്നുണ്ട്. തദടിസ്ഥാനത്തിൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ച സമയം എത്തിപ്പെടുമ്പോ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ അലംഘനീയമായ വിധിക്കടിമപ്പെട്ടുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദ് ഇഹലോകവാസം വെടിയുമ്പോൾ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ നിമിഷങ്ങൾ കൊണ്ട് ആ വാർത്ത കേരളീയ മുസ്ലിംകളുടെ കാതുകളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ വന്യരായ ഉസ്താദ് അവർകളെ അവസാനമായി ഒന്ന് കാണാൻ, ഇൽമിന്റെ പ്രകാശം, ആ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാൻ ആഗ്രഹത്തോടെ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓടിയെത്തിയപ്പോൾ 6:30 മണിയുടെ മുമ്പ് മരണവാർത്തയറിഞ്ഞ് വൈകാതെ നമ്മളൊക്കെ പുറപ്പെട്ടു 8 മണിക്ക് മുമ്പേ കൊണ്ടോട്ടിയിൽ കാളിയാരകം പള്ളിയുടെ പരിസരത്തെത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ചെറുശ്ശേരി ഉസ്താദിന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വന്നയാളുകൾ അവിടുത്തെ ജനാസ ഒന്ന് കാണാൻ വേണ്ടി, അവിടുത്തെ മുഖമൊന്ന് കാണാൻ വേണ്ടി, അവസാനമായി ആദരണീയരായ ഗുരുവര്യരെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടം. ഇതൊരു അലങ്കാര പ്രയോഗമല്ല. പൂർണ്ണമാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര വിധത്തിൽ ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയപ്പോ അതിൽ കൂടുതലും പണ്ഡിതന്മാരെക്കാൾ ഉപരി, അല്ലെങ്കിൽ ഉസ്താദുമാരെക്കാൾ ഉപരി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ മരണവാർത്ത കേട്ട് സ്വന്തം പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞതുപോലെ, അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ മരണവിയോഗ വാർത്ത കേട്ടറിഞ്ഞതുപോലെ, ആ സന്ദർഭത്തിൽ ഒരു മകനുണ്ടാകുന്ന, മകൾക്കുണ്ടാകുന്ന നൊമ്പരപ്പാട് പോലെ വിങ്ങുന്ന ഹൃദയവുമായി ഒലിക്കുന്ന കണ്ണുകളുമായി ആയിരങ്ങൾ
ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നുകൂടിയപ്പോ 10 മണിക്ക് കാളിയാരകം പള്ളിയിൽ വെച്ചുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസ നിസ്കാരം ജമലുല്ലൈൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോ, ആദ്യത്തെ ജനാസ നിസ്കാരം നടക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളിക്കകത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കേണ്ട തൊട്ടടുത്ത് പ്രായമുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിലൂടെ അനൗൺസ്മെന്റ് ഉയരുന്നുണ്ട്, എല്ലാവരും നിസ്കാരത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുക. ആദ്യത്തെ മയ്യിത്ത് നിസ്കാരം നടക്കാൻ പോവുകയാണ്. എല്ലാ ആളുകളും ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ത്വരയോടെ, ശ്രദ്ധയോടെ, ആ ആദ്യ നിസ്കാരം നടക്കുമ്പോൾ തന്നെ എനിക്കതിൽ പങ്കാളിയാകണമെന്ന ആ ഒരു വിചാരത്തോടുകൂടി അതിനുവേണ്ടി ഒരുക്കം നടത്തുമ്പോൾ, ആ വൃദ്ധനായ മനുഷ്യൻ സഫുകൾക്കിടയിൽ നിന്നുകൊണ്ട് ആ പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യന്റെ ചുമലുകൾ ഇങ്ങനെ ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, എന്താണ് അദ്ദേഹം ഇങ്ങനെ ചുമലുകൾ ഇളകുന്നത്? ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പിതാവിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മാതാവിന്റെ മയ്യിത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മകൻ സങ്കടപ്പെട്ടുകൊണ്ട് വിതുമ്പുന്നത് പോലെ ആ സാധാരണക്കാരനായ മനുഷ്യൻ വിതുമ്പുമ്പോ ആ വിങ്ങൽ താങ്ങാൻ കഴിയാതെ അതൊതുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് തന്റെ ചുമലുകൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊന്നുകൂടി അടുത്തേക്ക് ചേർന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ആ സമയത്ത് ആ പാവപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഈ കാളിയാരകം പള്ളിക്കും പരിസര പ്രദേശങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ഉപ്പയെയാണ്. ഞങ്ങളുടെ ഉപ്പ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഉപ്പയുടെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ കരയാതിരിക്കും? അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപ്പയുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത്, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരുതിപ്പോയി ആ മനുഷ്യൻ ചെറുശ്ശേരി ഉസ്താദിന്റെ കുടുംബത്തിലെങ്ങാനും പെട്ടയാളായിരിക്കുമെന്ന്. അദ്ദേഹത്തോട് വീണ്ടും അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് ചെറുപ്പകാലം മുതൽ തന്നെ ഖാലിയായി നിയുക്തനാവുകയും വളരെയേറെ കാലം ഖുതുബ നിർവഹിക്കുകയും ചെയ്ത കാളിയാരകം പള്ളിയുടെ കീഴിൽ പാർക്കുന്ന ഒരു വീട്ടിലെ ഒരംഗമാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് ചെറുശ്ശേരി ഉസ്താദ് പള്ളിയിലെ കാളി മാത്രമല്ല, ഒരു ഖത്തീബ് മാത്രമല്ല, ഞങ്ങൾക്ക് ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ്, മാത്രമല്ല ഞങ്ങളുടെ നാഥനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഞങ്ങളുടെ രക്ഷിതാവാണ്, ഞങ്ങളുടെ പിതാവാണ്, ഉപ്പയാണ് ചെറുശ്ശേരി ഉസ്താദ് എന്നനുസ്മരിച്ചിട്ട് വീണ്ടും വീണ്ടും ആ മനുഷ്യൻ തലയിലിട്ട തോർത്തുകൊണ്ടുകൊണ്ട് കണ്ണുനീർ തുള്ളികൾ തുടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, എന്തേ ചെറുശ്ശേരി ഉസ്താദിന് ഇത്രയേറെ അംഗീകാരം ജനഹൃദയങ്ങളിൽ നേടാൻ കഴിഞ്ഞത്? എന്താണ് ചെറുശ്ശേരി ഉസ്താദ് ഇത്രയേറെ സ്ഥാനീയനായി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചത്? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിനയാന്വിതനായി ഒരു പണ്ഡിതൻ എങ്ങനെ ജീവിക്കണമെന്ന് മാതൃകാപരമായി നമ്മുടെ മുമ്പിൽ നിന്ന് മാതൃക കാണിച്ചു തന്നവരായിരുന്നു ചെറുശ്ശേരി ഉസ്താദ്. വിനയത്തിന്റെ ആ രൂപമായി നമുക്കൊരാളെ ഉദാഹരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെറുശ്ശേരി ഉസ്താദാണ് എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും. ഇവിടെ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുവാനും ആ ധന്യമായ സ്മരണകളെ ഓർമ്മിക്കുവാനുമൊക്കെ ധാരാളം ആളുകൾ, പ്രവാചകർ ഇവിടെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുശ്ശേരി ഉസ്താദിനെ അനുസ്മരിക്കുന്നത് ഈ ഒരു ദിവസത്തെ ഒരു പരിപാടിയിലൂടെ മാത്രമല്ല, മറിച്ച് ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഓർമ്മകളിലുമൊക്കെ അവിടുത്തെ ഹദറത്തിലേക്കുള്ള ഫാത്തിഹകളും ധന്യമായ സ്മരണകളുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ഓരോ പ്രദേശത്തും ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കുകയും സ്മരണാ സദസ്സുകൾ ഒരുക്കുകയും ചെറുശ്ശേരി ഉസ്താദിന്റെ മനാക്കിബുകൾ പദ്യമായും ഗദ്യമായുമൊക്കെ അവിടുത്തെ ധന്യമായ സ്മരണകൾ ഓർക്കുകയും ചെയ്യപ്പെടുന്ന സദസ്സുകൾ നാടെങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ ഈ സദസ്സ് കാരണമായി അവിടുത്തെ തൃപ്തിയും പുറത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് വിരിച്ചു തന്ന തണലിൽ വിശ്രമിക്കുവാനും നാളെ അവിടത്തോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ സന്ധിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദിക്റുൽ അംബിയാഇ ഇബാദ, അംബിയാക്കളെ ഓർക്കുന്നത്, പരിശുദ്ധമായ പ്രവാചകന്മാരെ കുറിച്ച് ഓർക്കുന്നത് അത് ഇബാദത്താണ്, ആരാധനാ പ്രവർത്തനമാണ്. അള്ളാഹുവിന് മുമ്പിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് തുല്യമാണ്, ആരാധനകൾക്ക് തുല്യമാണ്.
അമ്പിയാക്കളെ കുറിച്ച് ഓർമ്മിക്കൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും പ്രവാചകർ പറഞ്ഞു, വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത്, നല്ല ആളുകളെ ഓർക്കുന്നത്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, പടച്ചറബിനെ പേടിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ആളെ ഒന്ന് കഫാറ, അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അരുതായ്മകൾക്കുള്ള പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം, നമ്മുടെ ഓർമ്മയിലുള്ളിടത്തോളം, ചെറുശ്ശേരി ഉസ്താദിനെ ഒരു സ്വാലിഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ, ചെറുശ്ശേരി ഉസ്താദിനെ ഒരു സ്വാലിഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരികയാണ്. ആരാണ് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ? അൽ ഖായിമു ബിഹുദൂദില്ലാഹി വഹുദൂദി ഖൽഖിഹി, അല്ലാഹുവിന്റെ ഹദ്ദുകൾ കൊണ്ട് അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുകയും സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുകയും ചെയ്തയാൾക്കാണ് സ്വാലിഹ് എന്ന് പറയുന്നതെങ്കിൽ, കുറെ നിസ്കരിച്ചവരെ കുറിച്ചല്ല, നോമ്പ് നോറ്റവരെ കുറിച്ചല്ല, അതുപോലെയുള്ള ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്നവരെ കുറിച്ചല്ല. സ്വാലിഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നു, അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ, സാമൂഹിക ജീവിയായ മനുഷ്യൻ തന്റെ സമസൃഷ്ടിയോടുള്ള, തന്റെ സഹോദരനോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാണ് സ്വാലിഹ് എന്ന് പറയുമ്പോ, ആ ഗണത്തിൽ നമുക്ക് ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതം പഠിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ചെറുശ്ശേരി ഉസ്താദ് 100% സ്വാലിഹ് എന്ന വിശേഷണത്തിന് അർഹനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം എപ്പോഴും പടച്ചറബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടതിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ചെറുശ്ശേരി ഉസ്താദ് ഒരു ദിവസം ചെമ്മാട് നിന്ന് കൊണ്ടോട്ടിയിലേക്കുള്ള യാത്രാമധ്യേ മഹാനവറുകൾ പലപ്പോഴായി യാത്രക്കിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറാറുണ്ട്. ചെമ്മാട് നിന്ന് കൊണ്ടോട്ടിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു പാവപ്പെട്ട കച്ചവടക്കാരന്റെ ചായക്കടയിൽ കയറാറുണ്ട്. അവിടെയാണ് അധികവും ചായ കുടിക്കാൻ കയറാറുള്ളത്. ഒരു ദിവസം യാത്രക്കിടെ തന്റെ കൂടെ തന്റെ ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ആ ദിവസം ചായ കുടിക്കാൻ കയറി ചെറുശ്ശേരി ഉസ്താദ് ആ 2 ചായക്കുള്ള കാശ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ തന്റെ കൂടെയുള്ള വ്യക്തി പറഞ്ഞു, ഇന്ന് ചായയുടെ കാശ് ഞാൻ കൊടുക്കാം. ആ സമയത്ത് ചെറുശ്ശേരി ഉസ്താദ് വാശിയോടെ പറഞ്ഞു, അത് പറ്റില്ല, ഞാനാണ് കാശ് കൊടുക്കൽ, എന്നും ഞാനാണ് കാശ് കൊടുക്കേണ്ടത്. ആ മനുഷ്യൻ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനുമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ കാശ് കൊടുത്തേക്കാം. അപ്പോൾ ആ കൂടെയുള്ളയാൾ പറഞ്ഞു, അത് പോരാ, ഇന്ന് നിങ്ങളുടെ ചായയുടെ കാശ് കൊടുത്തതിന്റെ ബറക്കത്ത് എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ ചായയുടെ കാശ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദിനെ സമ്മതിപ്പിച്ച് ആ മനുഷ്യൻ ചായയുടെ കാശ് കൊടുത്തു. അള്ളാഹുവിനെ പേടിയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിന്റെ ക്രമങ്ങളെയാണ് നമ്മൾ കേൾക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദിന്റെ ചായയുടെ കാശ് കൊടുത്ത് 2 പേരും വാഹനത്തിൽ കയറാൻ ശ്രമിക്കുമ്പോ കൂടെയുള്ള കാശ് കൊടുത്തയാൾ പറഞ്ഞു, ആ കടക്കാരൻ 2 രൂപ ബാക്കി തരാനുണ്ട്, 2 രൂപ ബാക്കി തരാനുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചു, അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇനി കയറുമ്പോൾ 2 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ ഇവിടെ കയറുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദ് ഇവിടെ വരുമ്പോൾ ബാക്കി 2 രൂപ തരാമെന്ന് ആ കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ചെറുശ്ശേരി ഉസ്താദ് ആ മനുഷ്യനെ തിരിച്ചയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആ 2 രൂപ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാ. ആ 2 രൂപ പുറത്തു തന്നിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ വിവരം അറിയിച്ചുകൊണ്ടുവാ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, 2 രൂപയല്ലേ ഉസ്താദേ എന്ന്. ഈ സമയത്ത് ചെറുശ്ശേരി ഉസ്താദിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾ എന്ന്, പടച്ചറബിനെ പേടിയുള്ള ആളുകൾ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ചെറുശ്ശേരി ഉസ്താദ് സ്വർഗത്തിന് അർഹനാണ്. എന്തുകൊണ്ട്? ആ മഹാമനീഷി തന്റെ കൂടെയുള്ളയാളോട് പറയുകയാണ്, 2 രൂപയല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പ്രതികരിക്കുന്നത് 2 രൂപ തന്നെയാണ്, പക്ഷേ ആ 2 രൂപ ബാധ്യതയുള്ളവനായി അത് നമുക്ക് തരാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്നുകിൽ ഇനി നമുക്ക് ഇവിടെ കയറാനുള്ള അവസരം കിട്ടിയില്ല, അതിനു മുമ്പേ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ 2 രൂപ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോയി. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന
ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആ പച്ച മനുഷ്യൻ, ആ പാവം മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തരാനുള്ള 2 രൂപ കൊടുക്കെന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യനോട് അല്ലാഹു ഹിസാബ് ചോദിച്ചാല്, കണക്ക് പറഞ്ഞാൽ ആ 2 രൂപ തിരിച്ചു കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടാൽ, ആ പാവം മനുഷ്യന് 2 രൂപ കൊടുക്കാനില്ലാതെ വന്നാൽ അയാൾ നിന്ന് വറക്കൂലേ? അള്ളാന്റെ കോടതിയിൽ കഷ്ടപ്പെടില്ലേ? ഇനി ആ മനുഷ്യനാണ് ആദ്യം മരണപ്പെടുന്നത് എങ്കിലും 2 രൂപയല്ലേ എന്ന് കരുതിയിട്ടത് നിസാരമായി തള്ളിയാല് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ വിചാരണാവേളയിൽ ആ മനുഷ്യനാ 2 രൂപയുടെ മേൽ നഷ്ടം സംഭവിച്ചവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ആ ബാധ്യത തീർക്കാൻ കഴിയാത്തവനായി നാളെ മഹ്ശറയുടെ സഭയിൽ പരാജയപ്പെട്ടു പോയാൽ, ഒരു മുഅ്മിൻ നമ്മുടെ കാരണമായി അള്ളാഹുവിന്റെ കോടതിയിലെങ്ങാനും ചെറിയ 2 രൂപയുടെ പേരിൽ പരാജയപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ നഷ്ടമല്ലേ? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച്, ആ ഒരു നൃത്തത്തെക്കുറിച്ച് പേടിച്ച് 2 രൂപയാണ്, നിസ്സാരമാണ്, പക്ഷേ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് വിയർക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ച മഹാനായ ശൈഖുനാ സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദാ, ആ മഹാനവറുകൾ പറഞ്ഞു, അതുകൊണ്ട് ആ 2 രൂപ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞേക്കുക. ഇതാണ് പടച്ചവനെ കുറിച്ചുള്ള പേടി. അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചു, അതോടൊപ്പം തന്നെ അതിൽ സൃഷ്ടികളോടുള്ള കടപ്പാടുകളും നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരാണ് സ്വാലിഹീങ്ങൾ. ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളെ ഓർക്കുന്നത്, ഇങ്ങനെയുള്ള നല്ല ആളുകളെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത് കഫാറ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അപരാധങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഓർമ്മകത്തുള്ള നിവർത്താനുള്ള വഴിയാണെന്ന് ആദരവായ നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോ അതാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. ഈ മഹത്തായ സദുദ്യമത്തിൽ ചെറുശ്ശേരി ഉസ്താദിനെ നമ്മൾ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടല്ലാതെ ഈ സദസ്സ് പിരിയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ജീവിതത്തിന്റെ ഉടമയാണ്, കറാമത്തിനുടമയായിരുന്നു ചെറുശ്ശേരി ഉസ്താദ്. മരണശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. മരണശേഷമാണ് മഹാന്മാരായ ആളുകളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നവരുടെ മരണശേഷമാണ് പലപ്പോഴും. ചെറുശ്ശേരി ഉസ്താദ് നമ്മൾ ഈ അടുത്തറിഞ്ഞു, ആന്ധ്രാപ്രദേശിൽ ദാറുൽ ഹുദായുടെ കീഴിൽ ഒരു സ്ഥാപനം, ഒരു ഓഫ് ക്യാമ്പസ്, ഒരു സഹസ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി, ദാറുൽ ഹുദയുടെ കീഴിൽ ഒരു സ്ഥാപനം ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ചെറുശ്ശേരി ഉസ്താദും മഹാനായ ഉമർ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നവ്വറല്ലാഹു മർക്കദഹുമ മഹാദരന്മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂരിൽ എത്തിപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നവിടെ ദാറുൽ ഹുദായുടെ കീഴിൽ മനോഹരമായി സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, സുന്ദരമായി പ്രവർത്തിച്ചു വരികയാണ്. ആ സ്ഥാപനത്തിന് ചിലവാകുന്നതിന് വേണ്ടി, അതിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, അതിന്റെ ആലോചനയ്ക്ക് വേണ്ടി മഹാനായ ഉമർ അലി തങ്ങളോടൊപ്പം സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ് ആന്ധ്രാപ്രദേശിലെ വിജനമായ ഒരു പൊങ്കനൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ ഉമർ അലി തങ്ങളെയും ചെറുശ്ശേരി ഉസ്താദിനെയും സമസ്തയുടെ നേതാക്കളെയൊക്കെ സ്വീകരിക്കാൻ അവർക്ക് വേണ്ട വിധത്തിൽ ഇവരുടെ മഹത്വം അറിഞ്ഞിരുന്നില്ല. ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചും ഉമർ അലി തങ്ങളെ കുറിച്ചൊന്നും വേണ്ടതുപോലെ അവർക്കറിയുമായിരുന്നില്ല. നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണെങ്കിൽ പോലും ദീനുമായി വല്ലാത്തൊരു ബന്ധമില്ലാത്ത ആളുകളായിരുന്നു അവർ. അങ്ങനെ പരിചയപ്പെടുകയും ഉസ്താദുമാരാണ് വന്നിരിക്കുന്നത്, നേതാക്കളാണ് വന്നിരിക്കുന്നത്, പാണക്കാട്ടെ തങ്ങന്മാരാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോ, അവരുടെ മഹത്വവും അവരുടെ പോരിശയും ഒക്കെ കേട്ടറിഞ്ഞപ്പോ പൊങ്കനൂരുകാരായ ആളുകൾക്കൊരാഗ്രഹം. എന്തായിരുന്നു അവരുടെ ആഗ്രഹം? ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ, ഉമർ അലി തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. ആ പൊങ്കനൂരിലെ പാവപ്പെട്ട ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂരിലെ ആളുകൾക്കൊരാഗ്രഹം. എന്താണ് അവരുടെ ആഗ്രഹം? ആ പ്രദേശത്ത് മഴയില്ലാതെയായിട്ട് കുറെ നാളുകളായി, വരൾച്ച ബാധിച്ചിട്ടുണ്ട്, അവരാകെ പ്രയാസത്തിലാണ്, അവരാകെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പൊങ്കനൂരിലെ ആളുകൾ വലിയ മഹാന്മാരായ ദുആ കിതാബത്തുള്ള മുസ്തജാബു ദാവാത്തുകളായ പണ്ഡിതന്മാരാണ്, സയ്യിദുമാരാണ് വന്നെത്തിയിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അവർക്ക് വലിയ ആഗ്രഹം, ഈ ഉസ്താദുമാരെ കണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, പാണക്കാട്ടെ തങ്ങന്മാരെ സമീപിച്ചുകൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, മഴയില്ലാതെ വിഷമിക്കുമ്പോ അതിന് പരിഹാരമായി അവരെ കൊണ്ടൊന്ന് ദ്വാർപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ പ്രദേശത്തെ ആളുകൾ പാണക്കാട് ഉമർ അലി തങ്ങളുടെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ മഴയില്ലാതെ ഞങ്ങൾ വിഷമത്തിലാണ്,
ആകെ വരൾച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളാകെ സങ്കടത്തിലാണ്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ സന്ദർഭത്തിൽ അന്ന് ആ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മഹാനവറുകൾ പറയുകയാണ്, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ചെറുശ്ശേരി ഉസ്താദിനെ നമ്മൾ ഓർക്കുമ്പോ ആരായിരുന്നു അവരെന്ന് പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഓർമ്മകളാണിത്. മഹാനായ ഉമർ അലി തങ്ങൾ പറയുകയാണ്, ചെറുശ്ശേരി ഉസ്താദ് ദുആ ചെയ്യട്ടെ, ചെറുശ്ശേരി ദുആ ചെയ്യട്ടെ. ഈ സമയത്ത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ആ പ്രദേശത്തുകാരോടൊപ്പം നിന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇത് അനുഭവിച്ച ആളുകൾ ഇന്നും അവിടെ ജീവിക്കുകയാണ്. ഇതിന്റെ ദൃക്സാക്ഷികളായി ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് ഓർമ്മിക്കുമ്പോൾ, ഇത് അയവിറക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുശ്ശേരി ഉസ്താദ് പൊങ്കനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള ആളുകൾ മഴയില്ലാതെ വിഷമം പറഞ്ഞപ്പോ അവർക്ക് വേണ്ടി ഉമർ അലി തങ്ങളുടെ അനുവാദത്തോടുകൂടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു. അസറോടുകൂടി ആ സംഘം തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോ യാത്രക്കിടെ അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ദാറുൽ ഹുദയുടെ സഹസ്ഥാപനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരുന്ന ഹുദവി സഹോദരന്മാർ ചെറുശ്ശേരി ഉസ്താദിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? ഒരത്ഭുതം സാക്ഷ്യപ്പെടുത്താൻ. ആ പൊങ്കനൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ആ പ്രദേശത്തിന്റെ 4 അതിർത്തിക്കുള്ളിൽ സുന്ദരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ചെറുശ്ശേരി ഉസ്താദ് ദുആ ചെയ്തത്, അല്ലാഹുവേ, ഈ പ്രദേശത്തുകാർ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്, നിന്റെ അടിയാറുകൾക്ക് അല്ലാഹുവേ അവരുടെ വിഷമം നീ പരിഹരിച്ചു കൊടുക്കണമേ, മഴ പെയ്യിപ്പിച്ച് അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ദുആ ചെയ്ത് ചെറുശ്ശേരി ഉസ്താദ് തിരിച്ചു പോരുമ്പോ, അസ്റാഹി ആ സംഘം തിരിച്ചു പോരുമ്പോ ഫോൺ ചെയ്തുകൊണ്ട് അറിയിക്കുന്നത്, പൊങ്കനൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ആന്ധ്രാപ്രദേശത്ത് മൊത്തത്തിൽ മഴയില്ല, ആന്ധ്രാപ്രദേശം മഴ പെയ്യുന്ന ഒരു സാഹചര്യവുമല്ല, മാത്രമല്ല കൊടും വേനലിൽ വരൾച്ച അനുഭവിക്കുന്ന ആ സമയത്ത് ചെറുശ്ശേരി ഉസ്താദ് നിന്ന് ദുആ ചെയ്ത ആ പ്രദേശത്ത്, പൊങ്കനൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ആ പ്രദേശത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിൽ സുന്ദരമായി ഘോര മഴ പെയ്ത് ആ പ്രദേശവാസികൾ വലിയ സന്തോഷത്തിലായപ്പോഴാണ് ദാറുൽ ഹുദയുടെ സ്ഥാപനം അവിടെ കെട്ടിപ്പൊക്കാനും അതിന് സ്ഥലം കൊടുക്കാനും അതിന് ബിൽഡിംഗ് കെട്ടാനും അതിന് പണം കൊടുക്കാനും എത്ര കുട്ടികൾ വന്നാലും അവർ ഏറ്റെടുക്കാനുമൊക്കെ പൊങ്കനൂർ നിവാസികൾ തയ്യാറായത് നമ്മൾ ഓർക്കുമ്പോ ചെറുശ്ശേരി ഉസ്താദിന്റെ ഇത്തരത്തിലുള്ള മദ്ഹുകൾ നമ്മൾ പാടുകയും പറയുകയും ഇങ്ങനെ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുന്നത്, അതിന്റെ പിന്നിൽ നമ്മുടെ ലക്ഷ്യം മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വഴികാട്ടി ഈ സമുദായത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മെ നയിച്ചത് സത്യപാതയിലാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹക്കിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, അത് സത്യപാതയിലാണ് സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു മുസൽമാന്റെ പ്രാർത്ഥനയുടെ അർത്ഥമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ നാഥ എന്ന് ഒരു വിശ്വാസി ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ അർത്ഥഫലമാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ മൺമറഞ്ഞുപോയ മഹാരഥന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അവരുടെ പാരത്രിക ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, ആലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, ജിഫ്രി തങ്ങളെ പോലെയുള്ള, അതുപോലെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ നാട്ടുകാരായ, നമ്മുടെ ജില്ലക്കാരായ, നമ്മുടെ ആവേശമായ ആദർശരംഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശവീതിയിൽ നമുക്ക് ഹരവും നമുക്ക് അഭിമാനവുമായിട്ടുള്ള നമ്മുടെ നേതൃത്വമായിട്ടുള്ള ശൈഖുനാ എ പി ഉസ്താദ്, അതുപോലെ CKM സാദിഖ് ഉസ്താദ് തുടങ്ങിയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ആയുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശ്രദ്ധിക്കുവാനും മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന മഹത്തായ വാക്യത്തിൽ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.